الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഏതാണ്ട് 6 ആഴ്ചകളിലായിട്ട് നമ്മൾ ഇസ്ലാമിക ചരിത്രം നുബുവത്ത് മുതൽ ഹജ്ജത്തുൽ വിദാവും പ്രവാചകന്റെ വിയോഗവും വരെയുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു സത്യവിശ്വാസിയും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ചരിത്രമാണത്. അതത്രയും എല്ലാവർക്കും എപ്പോഴും ഓർക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ അതിലെ സംഭവബഹുലങ്ങളായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ ക്ലാസ്സിൽ നിന്ന് കേട്ടതും അല്ലാതെയുമായി നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ. അപ്പം അതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ഓർമ്മയിലുള്ളവ ഇവിടെ വിശദീകരിക്കണമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിനൊടുക്കം അപ്പോഴൊക്കെ നമ്മുടെ മറ്റ് ആളുകളും ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകും എന്നറിയിക്കുക. യഥാർത്ഥത്തിൽ മനുഷ്യരെ ജീവിപ്പിക്കുന്നത് ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത, സ്വപ്നങ്ങളൊന്നുമില്ലാത്ത, പ്രതീക്ഷകളൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിതത്തോട് വലിയൊരു ഇഷ്ടമൊന്നും ആർക്കും തോന്നുന്നില്ല. അങ്ങനെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു, ലോകത്തുള്ള മനുഷ്യരൊക്കെയും ആഗ്രഹിക്കുന്നു. എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലർക്കും പല ആഗ്രഹങ്ങളാണ്. വീടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വീട് വെക്കണം. സാമ്പത്തികമായിട്ട് മറ്റ് കഴിവുകളില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ സൗകര്യങ്ങൾ ഉണ്ടാവണം. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് കഴിയണം. ഇതൊക്കെ സാധാരണ നിലയിൽ ഉള്ള അംഗീകരിക്കപ്പെടേണ്ടുന്ന ആവശ്യങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. ഇതിനപ്പുറം അതിമോഹങ്ങളുണ്ട് പലർക്കും. അത്തരം അതിമോഹങ്ങൾ വരെ ചിലപ്പോൾ ഈ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകപ്പെടുന്ന അവസ്ഥകളുണ്ട്. പലർക്കും പ്രാഥമികമായ അല്ലെങ്കിൽ അത്യാവശ്യമായ ആഗ്രഹങ്ങൾ പോലും നടക്കാതെ പോകുന്നുമുണ്ട്. ഒരു വീട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരെ. അപ്പൊ ആഗ്രഹിക്കുന്നു മനുഷ്യൻ എന്നല്ലാതെ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു മനുഷ്യൻ എന്നല്ലാതെ, ആ ആഗ്രഹങ്ങൾ അത്രയും ദുനിയാവിൽ അയാൾ ജീവിച്ചിരിക്കെ പ്രയോഗവത്കരിക്കാൻ ഉതകുന്ന ഒരു പദ്ധതിയോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ ഒന്നും അയാളുടെ കൈവശമില്ല.
ഒരു വീട് വെക്കാൻ ഒരാൾ ആഗ്രഹിച്ചാൽ അതിന് കാശ് വേണം. കാശ് ലഭിക്കണമെങ്കിൽ അധ്വാനിക്കണം. പല രീതിയിലും കാശ് ലഭിക്കാം. അധ്വാനത്തിലൂടെ കാശ് ലഭിക്കാം, മറ്റ് വ്യവസായങ്ങൾ സ്ഥാപിച്ച് അല്ലെങ്കിൽ ബിസിനസ് നടത്തി അങ്ങനെയൊക്കെ പല രീതിയിൽ കാശ് ലഭിക്കാം. അല്ലാതെയും ഹലാലല്ലാത്ത മാർഗത്തിലൂടെയും കാശ് ലഭിക്കാം. എങ്ങനെയായിരുന്നാലും കാശ് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു വീട് വെക്കാനുള്ള സംഖ്യ ഒരാളുടെ കൈവശം വന്നു ചേർന്നു എന്നുള്ളത് കൊണ്ട് ആ വീട് യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ല. അതിനിടയിൽ പലതും സംഭവിച്ചേക്കാം. ഈ സ്വരൂപിച്ചു വെച്ച സംഖ്യ മറ്റു പല വഴിക്ക് തിരിഞ്ഞു പോയേക്കാം. എടുത്തുകൊണ്ടിരിക്കുന്ന വീട് ചില കാരണങ്ങളാൽ തകർന്നു പോയേക്കാം. അങ്ങനെ പല കാരണങ്ങളുമുണ്ട്. പറഞ്ഞു വരുന്നത്, എന്നിരുന്നാൽ പോലും ആഗ്രഹങ്ങൾ അയാളിൽ ഉണ്ടാവും. ഒരു വീട് വെക്കണം, എന്നിട്ട് നാട്ടിൽ പോകണം, 2-3 വർഷം ഗൾഫിൽ കഴിയണമെന്ന് ആഗ്രഹിച്ചു വന്നവർ 30 വർഷം കഴിഞ്ഞിട്ടും പോകാതെ ഇവിടെയുണ്ട്. വീടിന്റെ പണി തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന സാമ്പത്തിക സൗകര്യങ്ങൾ അതിനുശേഷം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെ പലരും. എന്നിരുന്നാൽ പോലും ആഗ്രഹങ്ങൾ അവനെ മതിച്ചുകൊണ്ടിരിക്കുന്നു, സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. അത് വസ്തുതയാണ്. എന്നാൽ എത്ര വരെ ഒരാൾക്ക് ആഗ്രഹിക്കാൻ കഴിയും? എത്ര വരെ? ആഗ്രഹങ്ങൾക്ക് വയസ്സില്ല. കുട്ടിക്കാലത്തെ ആഗ്രഹങ്ങളല്ല യുവാവായിരിക്കുമ്പോഴുണ്ടാവുക. യുവാക്കളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ യുവതികളായിരിക്കുമ്പോൾ ആഗ്രഹങ്ങളല്ല ഇത്തിരി പ്രായം കൂടിയാൽ, കുറച്ച് പക്വത വന്നാൽ. അത് കഴിഞ്ഞ് വൃദ്ധരാകുമ്പോൾ ആഗ്രഹങ്ങൾ മറ്റൊന്നാണ്. എന്നായിരുന്നാലും ആഗ്രഹങ്ങൾ നിറയെ മനുഷ്യ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങളെ, താല്പര്യങ്ങളെ, ഇഷ്ടങ്ങളെ, ആവശ്യങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. അത്യാവശ്യങ്ങളെ, ആവശ്യങ്ങളെ ഒക്കെ വളരെ നല്ല രീതിയിൽ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ മതം അംഗീകരിക്കുന്നുണ്ട്. ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയായ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വാഹനം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വീട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യ ഘടകങ്ങളാണെന്നും അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും മതം സമ്മതിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം, ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ഇതിന്റെ തുടർച്ചയായിട്ട് പറയുന്ന കാര്യങ്ങളുടെ മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് മാത്രം. ഒരാളും മരിക്കണമെന്ന് ആഗ്രഹിക്കൂല. ഞാൻ മരിച്ചു പോകണമെന്ന് ആരും ആഗ്രഹിക്കൂല. അതൊരു വസ്തുതയാണ്. എന്ത്? മരിക്കുമെന്നുള്ളത്. മരിക്കുമെന്നുള്ളത് ഞാനൊരു 2 ലക്ഷമോ 3 ലക്ഷമോ കൊണ്ട് ചെറിയൊരു വീടെടുക്കണമെന്നുള്ള എന്റെ ഏറ്റവും ചെറിയൊരു ആഗ്രഹം നിറവേറ്റപ്പെടും എന്നതിനേക്കാൾ സത്യമാണ് മരിക്കുമെന്നുള്ളത്. എന്റെ കൈവശം ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷമോ 2 ലക്ഷം എന്ന വീട് എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. ഒരു 5 ലക്ഷം ചെറിയൊരു വീട്. 5 ലക്ഷം ഞാൻ സ്വരൂപിച്ചൊരു വീടുണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിയാൽ ആ വീട് പൂർത്തീകരിക്കുമോ, ഞാൻ അതിനിടയിൽ മരിക്കുമോ എന്നത് ഒരു ചോദ്യം വന്നാൽ സാധ്യത കൂടുതൽ മരിക്കാനാണ്. അപ്പൊ മരിക്കുമെന്ന കാര്യം ഉറപ്പായാലും ആരും അത് ആഗ്രഹിക്കൂല. അപ്പൊ ആഗ്രഹങ്ങൾ ചില ദിശകളിലേക്ക് മാത്രം മാറിപ്പോകുന്നു. ചില വസ്തുതകളിലേക്ക് ആഗ്രഹങ്ങൾ വരാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മരിക്കുമെന്നുള്ള വസ്തുതയെ, മരിക്കുമെന്നുള്ള സത്യത്തെ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതവുമായി, ആഗ്രഹവുമായി ബന്ധപ്പെടുത്താൻ കഴിയും? അത് മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയമാണ്. കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവാക്കളോട്, ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടിപ്പോകുന്ന യുവാക്കളോട് മരിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ പോടാ എന്ന് പറഞ്ഞവർ കൈയൊഴിക്കും. അത് അപ്പോഴല്ലേ, അപ്പം നടക്കും. എപ്പോഴാ? ഒരുപാട് കാലത്തിന് ശേഷം. അങ്ങനെയാണ് ചിന്തിക്കുക. എല്ലാവരും ചിന്തിക്കുക അങ്ങനെയാണ്. ഏറ്റവും പ്രായം കൂടി വല്ലാതെ അവശനായിരിക്കുന്ന മനുഷ്യൻ വരെ ചിന്തിക്കുക അങ്ങനെയാണ്. എനിക്ക് മരണം അടുത്തൊന്നുമില്ല. തൊട്ടടുത്ത ആൾ മരിക്കും, തൊട്ടടുത്ത ബന്ധു മരിക്കും, സുഹൃത്ത് മരിക്കും, അപ്പുറമുള്ള ആൾ മരിക്കും, ഒക്കെ നടക്കും. പക്ഷേ എനിക്ക് മരണം ഇത്തിരി അകലെയാണ്. എല്ലാവരും ചിന്തിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട്.
ഇന്നഹും യറൗനഹു ബഈദ ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ. തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു. മരണത്തെ, പരലോക ജീവിതത്തെ അവർ വിദൂരമായി കാണുന്നു. നാം അതിനെ അടുത്തായി കാണുന്നു. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. സൂറത്തുൽ മാഇദയിൽ കാണാം, ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ. അപ്പൊ മരണം എന്നുള്ളത് നമ്മൾ കരുതുന്ന പോലെ അകലത്തല്ല, വളരെ അകലത്തല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്. അള്ളാഹു ആ രീതിയിലാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മരണം ഏറ്റവും അടുത്ത്, മറ്റെന്തിനേക്കാളും അടുത്ത്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മക്കള്, ഭാര്യ, കുടുംബം പോലുള്ള നമ്മൾ ഇഷ്ടപ്പെട്ടത് എന്തുണ്ടോ അതിനേക്കാളും അടുത്ത്, അതിനേക്കാളും സമീപസ്ഥമായി കൊണ്ട് മരണം നമ്മോടൊപ്പമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ വീട്ടിൽ മലക്കുൽ മൗത്ത് 5 വട്ടം കയറി ഇറങ്ങും. നിത്യേന 5 വട്ടം മലക്കുൽ മൗത്ത് വീട്ടിൽ കയറി ഇറങ്ങും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനർത്ഥം? അവിടെ പിടിക്കപ്പെടേണ്ട റൂഹുണ്ടെങ്കിൽ മലക്കുൽ മൗത്ത് പിടിച്ചു കൊണ്ടുപോകും, ഇല്ലെങ്കിൽ വന്നു പോകും. എപ്പോഴും പിടിക്കപ്പെടാനുള്ള ആളിവിടെയുണ്ട്, ഇരവിടെയുണ്ട് എന്ന വസ്തുതയാണ് അത് ബോധ്യപ്പെടുന്നത്. ഇവിടെ കിടക്കുകയാണ്. വീട്ടിൽ 5 ആളാണെങ്കിൽ 5 പേരെയും പിടിക്കും, 10 ആളാണെങ്കിൽ 10 പേരെയും പിടിക്കും. ചെറിയ കുഞ്ഞാണെങ്കിൽ അതിനെയും പിടിക്കാം, വൃദ്ധനാണെങ്കിൽ അവനെയും പിടിക്കാം, ആരെയും പിടിക്കാം. ഏത് ഘട്ടത്തിലും എപ്പോഴും പാതിരാക്കും പുലർച്ചക്കും പൊട്ടിച്ചിരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ആർത്തുല്ലസിക്കുമ്പോഴും ആഘോഷിക്കുമ്പോഴും കല്യാണവേളയിലും ഒക്കെ മരണവേളയിലുമൊക്കെ ഒക്കെ മലക്കുൽ മൗത്തിന് വന്ന് നമ്മളെ പിടിച്ചു കൊണ്ടുപോവാം. 5 വട്ടം ഒരു വീട്ടിൽ സന്ദർശിച്ചു പോവുകയാണ് മലക്കുൽ മൗത്ത് ഒരു ദിവസം. മനസ്സിലാക്കണം. അപ്പൊ ആഗ്രഹങ്ങൾ നമ്മൾ ഏത് രീതിയിൽ കൊണ്ടുപോയായിരുന്നാലും, നമ്മളൊരു വീട്ടിൽ പകൽ കിടന്നുറങ്ങിയാൽ പകൽ മുതൽ രാത്രി വരെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുക്കെ വീട്ടിലുണ്ട്. ആലോചിച്ച് നോക്കണം. 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ സമയത്തിനകം നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ കണ്ടു, പലതും നടന്നു, പലതും നടന്നില്ല. ഒട്ടേറെ 3-4 വട്ടം നമ്മൾ ഭക്ഷണം കഴിച്ചു, ദഹിച്ചു, അങ്ങനെ അത്തരം പ്രക്രിയകളൊക്കെ നടക്കുന്നു പോകുന്നു. ശ്വാസോച്ഛ്വാസം നിർവഹിക്കുന്നു, നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിലെ പല സംവിധാനങ്ങളും നടന്നു പോകുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നോ ഇല്ലോ എന്നതിനപ്പുറം 5 വട്ടം ഇതിനകം മലക്കുൽ മൗത്ത് വന്നു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. 5 വട്ടം ഈ വീട്ടിൽ ഞാനിരിക്കെ, എന്റെ ഭാര്യ ഇരിക്കെ, എന്റെ മക്കളിരിക്കെ, എന്റെ മാതാപിതാക്കളിരിക്കെ വന്നു പോയിട്ടുണ്ട്. ആരെയും പിടിച്ചിട്ടില്ല. രക്ഷപ്പെട്ടു എന്ന് സമാധാനിക്കാൻ വയ്യ. നാളെയും വരും 5 വട്ടം, മറ്റന്നാളും വരും 5 വട്ടം. തിരിച്ചറിയണം നമ്മൾ. ആ ഒരു തിരിച്ചറിവ് നമ്മൾ മക്കൾക്ക് കൊടുക്കണം, നമ്മുടെ തലമുറക്ക് കൊടുക്കണം. ഇത് മറക്കുന്നു ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്ന മനുഷ്യൻ. എന്തും ആഗ്രഹിക്കാം എന്നുള്ളിടത്ത് നിന്ന് മാറി ആവശ്യങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നതും ഒപ്പം ഈ ചിന്തയാൽ മനസ്സ് സംസ്കരിക്കപ്പെടുന്നതുമായിരിക്കണം സത്യവിശ്വാസിയുടെ മനസ്സ് എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. അപ്പം മലക്കുൽ മൗത്ത് എന്നുള്ളതിനെ, ആ വരവിനെ തിരിച്ചറിവിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ സ്വാധീനിക്കണം. ഇപ്പൊ മരണം എന്നുള്ളത് എന്താണ്? വസ്തുതയാണ്. ആരാണ് മരിക്കുക? ആരും മരിക്കും. ഏത് പ്രായത്തിലും മരിക്കും. കൊച്ചു കുഞ്ഞെന്നോ പ്രസവിക്കപ്പെട്ട ആ നിമിഷത്തിലെ കുഞ്ഞായിരുന്നാലും, ഇനി ഇത്തിരി സമയമായിരുന്നാലും, ചെറുപ്പത്തിലായി കുഞ്ഞിന്റെ ഏറ്റവും മനോഹരമായ ഘട്ടങ്ങളുണ്ടല്ലോ നമ്മളൊക്കെ ആസ്വദിക്കുന്ന ആ ഘട്ടത്തിലായിരുന്നാലും, യുവാവായിരിക്കെ, വൃദ്ധനായിരിക്കെ, ഒക്കെ ഏത് ഘട്ടത്തിലും മരിക്കും. അപ്പോ ഞാൻ സൂചിപ്പിച്ചതുപോലെ 5 വട്ടം കയറി ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു വട്ടം എന്നെ പിടിച്ചു കൊണ്ടുപോകും, എന്റെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകും. ഏതെങ്കിലും ഒരു സമയത്തുള്ള തിരിച്ചുപോക്കിൽ എന്റെ ഭാര്യയെ പിടിച്ചു കൊണ്ടുപോകും. മറ്റേതെങ്കിലും ഒരു സമയത്തുള്ള തിരിച്ചുപോക്കിൽ എന്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകും എന്നൊരു ഓർമ്മ ഒരു കുടുംബനാഥനും കുടുംബത്തിലുള്ള അംഗത്തിനും ഉണ്ടാകണം. അതുണ്ടാകുമ്പോൾ ഇത്തരം ചിന്തകൾ മാത്രമേ മനുഷ്യനെ സംസ്കരിക്കുകയുള്ളൂ. നാം തിരിച്ചറിയണം. നമ്മൾ എത്രമാത്രം ദൈവവിശ്വാസം കൊണ്ട് നടന്നാലും, എത്രമാത്രം ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ച് നടന്നിരുന്നാൽ പോലും
പലപ്പോഴും നമസ്കാര ശേഷം പതറിപ്പോകുന്ന മനുഷ്യൻ. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമസ്കാര ശേഷം അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടി, നമസ്കാര ശേഷം അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടി. ഹജ്ജിന് ശേഷം അള്ളാഹുവിനെ പിതാവിനെ പോലെ ഓർമ്മിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞ് പരിപൂർണ ശുദ്ധനായ ഒരു മനുഷ്യനായ, ഒരു പാപവുമില്ലാതെ എല്ലാം കഴുകി വൃത്തിയാക്കപ്പെട്ട മനുഷ്യനോട് വിശുദ്ധ ഖുർആൻ പറയാ. അപ്പൊ ആ രീതിയിൽ മനസ്സ് സംസ്കരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഏറ്റവും അധികം സ്വാധീനിക്കേണ്ടത് മരണചിന്തയായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അധികം ചിരിക്കുമായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. അപ്പോൾ അറിവ് എന്താണ്? അത് ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾക്കായിരിക്കണം. അപ്പൊ മരിക്കുക എന്നുള്ളതിന് പ്രായഭേദമില്ല. പലപ്പോഴും ഈ ക്ലാസ്സിൽ പറഞ്ഞാണ്, പക്ഷെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഒരു ദിവസം വീട്ടിൽ 5 വട്ടം മലക്കുൽ മൗത്ത് വരുന്നെങ്കിൽ 5 വട്ടമെങ്കിലും നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. ഒരു ദിവസം 5 വട്ടമെങ്കിലും നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കണം, ചിന്തിക്കണം. ഒരു വട്ടം പോലും നമുക്ക് ചിന്തിക്കാൻ നേരമില്ലെങ്കിൽ ആ ധൃതിയും ആ പരക്കം പാച്ചിലും ആ ആഗ്രഹത്തിന്റെ പിന്നാലെയുള്ള നെട്ടോട്ടവും നമ്മുടെ ഒരു വിജയവും നേടാൻ ഒരു വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കില്ല. ദുനിയാവിൽ ചില വിജയങ്ങൾ കണ്ടേക്കാം, ഗുണകരമായി തീരൂല. അത് നാം തിരിച്ചറിയുക. പലപ്പോഴും മരണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടില്ലേ, മരണം എന്നുള്ളത് വല്ലാത്തൊരു പ്രയാസമുണ്ടാക്കുന്ന കാര്യം. ഒരു കുടുംബത്തിലൊരു കുടുംബനാഥനെ മരണം പിടികൂടിയാൽ ആ കുടുംബത്തിന്റെ സമാധാനവും സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ അവിടെ കഴിഞ്ഞു. അന്ന് വരെ ഏറെ സന്തോഷിച്ചും സുഖിച്ചും അല്ലെങ്കിൽ സംതൃപ്തിയോടൊക്കെ കഴിഞ്ഞ കുടുംബം പിന്നെ ടെൻഷനാണ്, പ്രയാസമാണ്, മനസ്സമാധാനമില്ല. അങ്ങനെ കഴിഞ്ഞു പോകണം. എത്രയെത്ര കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഗൃഹനാഥനെ പിടികൂടരുതായിരുന്നു നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ? പല മരണങ്ങളും കേൾക്കുമ്പോൾ മക്കൾ അനാഥമായിപ്പോയി, ഒരു ഗതിയുമില്ല, ഭാര്യ വിധവയായിപ്പോയി, പ്രയാസകരമാണ് അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കുന്നു. പല വ്യക്തിത്വങ്ങളുടെയും മരണം പിടികൂടുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടു പോകും. ഇദ്ദേഹം ഇപ്പൊ പോകരുതായിരുന്നു, ഇനിയും സമൂഹത്തെ സേവിക്കാൻ, രാജ്യത്തെ സേവിക്കാൻ ഈ മനുഷ്യൻ ഇവിടെ വേണമായിരുന്നു എന്ന് വലിയ നായകന്മാർ മരിച്ചു പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. 10, 20, 30, 40, 50 വർഷം കഴിഞ്ഞ് പിന്നെ പോയ, അതിനു മുമ്പേ ജീവിച്ചു മരിച്ചു ആളുകൾ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പല ആളുകളും അങ്ങനെ ആഗ്രഹിച്ചാണെങ്കിൽ പോലും പിടികൂടും, പോയാൽ തീരൂ. പല ആളുകളും അങ്ങനെയല്ല, അല്ലാതെയും ഇവിടെ ജീവിച്ച് ഞരങ്ങി പ്രയാസപ്പെട്ട് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടന്നാലും പെട്ടെന്ന് മരിച്ചു പോവില്ല. അങ്ങനെയുണ്ട്. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളും ഞാനും ഒക്കെ ആലോചിച്ചു. ഞാനെന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അല്ലില്ലാതെ കഴിയുന്നു. എൻ്റെ വരുമാനത്തിൽ സംതൃപ്തമായിക്കൊണ്ട് കഴിയുന്നു. ഇതിങ്ങനെ പോകുമ്പോൾ എനിക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യം ഉള്ളിടത്തോളം കാലം അത് നടക്കും. അല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ചു വെച്ച സ്വത്തുകൾ ഉള്ളിടത്തോളം കാലം അത് നടക്കും. പിന്നെ ഒരു ഘട്ടം വരാനുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തൊരു ഘട്ടം. അപ്പോൾ അധ്വാനിക്കാൻ കഴിയില്ല, വരുമാനം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി സമ്പാദിച്ച സ്വത്ത് വല്ലാതെ ഒന്നുമില്ലെങ്കിൽ അതൊക്കെ തകർന്നടിഞ്ഞാൻ ഒരു നിമിഷം മതി. ഒരു ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തിന് വലിയൊരു രോഗം വന്നാൽ മതി. അതിന്റെ ചികിത്സക്കായി ലക്ഷങ്ങളാണ്. ചെറിയ ചികിത്സകൾക്ക് വരെ ലക്ഷങ്ങളുടെ കണക്ക് പറയുന്ന നാട്ടിൽ വലിയൊരു അസുഖം വന്നാൽ കഴിഞ്ഞു, അതോടെ സമ്പാദ്യം തീർന്നു. പിന്നെ വരുമാനമില്ലാതായി. അതും കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ ശുശ്രൂഷിച്ച് ഭർത്താവിനെ നോക്കി ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ പിതാവിനെ നോക്കി അങ്ങനെ വർഷങ്ങൾ നീണ്ടാൽ ഒരു സമയത്തെങ്കിലും അവരും ആഗ്രഹിക്കും ഒന്ന് മരിച്ചെങ്കിലെന്ന്. വസ്തുതയാണിത്, നിഷേധിച്ചിട്ട് കാര്യമില്ല. സ്വന്തം ഭാര്യ ആഗ്രഹിക്കും, സ്വന്തം മക്കളും ആഗ്രഹിക്കും ഒന്ന് മരിച്ചെങ്കിലെന്ന്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഈ ഒരു അവസ്ഥ നമുക്കിവിടെ വരാനിരിക്കുന്നു, മനുഷ്യർക്കിവിടെ വരാനിരിക്കുന്നു. നമ്മളൊക്കെ നാം മരിക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നാൽ പോലും ഞാനല്ലാത്ത എല്ലാവരും ഞാൻ മരിച്ചെങ്കിലെന്ന് ആഗ്രഹിക്കും. ഒരു സമയം കഴിഞ്ഞാൽ മരിച്ചെങ്കിലെന്ന് ആഗ്രഹിക്കും. ഉറപ്പാണത്, ഒരു സംശയം അതില്ല. അപ്പൊ അത്തരമൊരു ഘട്ടം ഇവിടെ വരാനിരിക്കുന്നുണ്ട്. അപ്പൊ മരിച്ചെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും ഞാനിവിടെ ബാക്കിയാവുകയും ചെയ്താൽ പിന്നെ എനിക്കിവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല.
എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും ഞാൻ മരിച്ചെങ്കിലും ആഗ്രഹിക്കുകയും ഞാനിവിടെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്താൽ ഇവിടെ ഒരു സുഖം ഉണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം നമ്മളും ആഗ്രഹിച്ചു ഒന്ന് രക്ഷപ്പെട്ടാകാൻ മതിയെന്ന്. അത്തരമൊരു ഘട്ടം നമുക്ക് വരാനിരിക്കുന്നു. മരണം ഒരു അനുഗ്രഹമാണോ? ഒരു അനുഗ്രഹമാണോ? അതെ. എന്തുകൊണ്ടാണ്? നമുക്ക് ശേഷം വരുന്ന തലമുറ ഇവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾക്ക് മരിച്ചു തീർന്നേ പറ്റൂ. ഈ ഭൂമിയിലെ സൗകര്യങ്ങൾ, വിഭവങ്ങളൊക്കെയും ലോകത്ത് ജനിച്ച് വീണ 1-ാം തീയതി മുതൽ ജനിച്ചു വീണ മനുഷ്യന്മാരൊക്കെയും മരിക്കാതെ ഇവിടെ ബാക്കിയാവുകയും പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല, ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ മരിച്ചു പോയെങ്കിലേ പുതിയ തലമുറയ്ക്ക് ഇവിടെ വന്ന് ജീവിക്കാൻ കഴിയുള്ളൂ. എന്റെ വലിയപ്പയുടെ പേര് എനിക്ക് പറയാൻ പറ്റും. വലിയപ്പയുടെ ഉപ്പയുടെ പേര് ചിലപ്പോൾ അന്വേഷിച്ചാൽ പിടികിട്ടിയേക്കാം. പിന്നെ 2 തലമുറ കഴിഞ്ഞ് എനിക്കറിയില്ല അവരുടെ പേര്, അറിയില്ല, നിങ്ങൾക്കും അറിയാൻ കഴിയില്ല. ആ തലമുറയിൽ ജീവിച്ച ആളുകളെ ആരെയും നമുക്കറിയില്ല. അവിടെ ചില പ്രമുഖ വ്യക്തിത്വങ്ങൾ ചിലപ്പോൾ ജീവിച്ചിട്ടുണ്ടാവാം, അവരെ പേരറിയാം, ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം, അല്ലാതെ ആരെയും നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് 2-3 തലമുറ കഴിഞ്ഞാൽ നമ്മളെയും ഈ ക്ലാസ്സിലിരിക്കുന്ന ഒരാളും ഭൂമിയിലില്ലാതെ അതിനുശേഷം പിന്നെയൊരു തലമുറ വരാനിരിക്കുന്നു. വന്നേക്കാം. അവർക്ക് ആരാണ് അസ്ലം, ആരാണ് റഫീഖ്, ആരാണ് ഗഫൂർ എന്ന് അറിയില്ല. നമ്മളൊക്കെയും അങ്ങനെ ശൂന്യതയിൽ അങ്ങ് പോയി എന്നതുപോലെയാണ് ഒരവസ്ഥ വരാനിരിക്കുന്നു. ഒരുപാട് തലമുറ ഇവിടെ ജീവിച്ചു പോയി, അറിയില്ല. അവരിൽ ആരെങ്കിലും പുതിയ വരുന്ന തലമുറകൾക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർക്കാൻ, കൊടിയ ദ്രോഹങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഓർക്കാൻ നമുക്ക് കഴിയുമെന്നല്ലാതെ എല്ലാ വ്യക്തികളെയും നമുക്കറിയില്ല. എന്നതുപോലെ നമ്മളെയും ഈ ലോകവും ഈ സമൂഹവും ഈ തലമുറയും മറക്കുന്ന ഒരു ഘട്ടം വരാനിരിക്കുന്നു. അപ്പൊ ലോകത്തിന് നമ്മളെ ഇന്ന് ആവശ്യമുണ്ടെങ്കിൽ നാളെ നമ്മളെ ആവശ്യമേ ഇല്ല. ഇനി മരിച്ചാലോ പൊട്ടിക്കറിയും, ഭാര്യ പൊട്ടിക്കറിയും, മക്കൾ പൊട്ടിക്കറിയും, സുഹൃത്തുക്കൾ പൊട്ടിക്കറിയും ഒക്കെ ഉണ്ടാവും. 1 ദിവസം, 2 ദിവസം, 3 ദിവസം ഈ മയ്യത്ത് വീട്ടിലങ്ങ് വെച്ചാൽ എന്താ അവസ്ഥ? പൊട്ടിക്കറിയുന്ന ഭാര്യയും മക്കളുമൊക്കെ മൂക്ക് പൊത്തിയിട്ട് പറയും, കൊണ്ടുപോകുന്നില്ലേ, കബറടക്കുന്നില്ലേ? ചോദിക്കും. സുഹൃത്തുക്കൾ ഏറ്റിക്കൊണ്ടുപോകും, ഓടും. ഇത്രേ ഉള്ളൂ മനുഷ്യൻ. ചിന്തിക്കണം. ദുർബലനും നിസ്സാരനും നിസ്സഹായനുമായ മനുഷ്യനാണ്. നാം തിരിച്ചറിയണം. ഇങ്ങനെ ഇപ്പോ ലോകത്തിന് നമ്മളെ വേണ്ട എന്ന് പറയുന്നൊരു ഘട്ടം വരാനിരിക്കുന്നു. ലോകത്തിന് നമ്മളെ വേണ്ട എന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, മരണം ഒരു അനുഗ്രഹമാണ്. അള്ളാഹു സംവിധാനിച്ച മരണം ഒരു അനുഗ്രഹം തന്നെയാണെന്ന് അവിടെയാണ് നമുക്ക് ബോധ്യപ്പെടുക. ലോകം നമ്മെ വേണ്ട എന്ന് പറഞ്ഞ് എഴുത്തള്ളുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മൾ വാടി വിളിക്കുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. സൂറത്തുൽ മുൽക്കിൽ 2-ാമത്തെ ആയത്താണ്. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവർ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി, പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു. ദുനിയാവിൽ ഏറ്റവും നല്ല പ്രവർത്തനം ആര് കാഴ്ചവെക്കുന്നു എന്ന് തിരിച്ചറിയാനാണ് ജീവിതവും മരണം. അപ്പൊ ജീവിതം എന്താണ്? ഉത്തരവിടെയുണ്ട്. ജീവിതം എന്തിനാണ്? ഉത്തരം എവിടെയുണ്ട്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടി കിതച്ച് വീട് മരിക്കാനല്ല ജീവിതം. ആഗ്രഹങ്ങൾ വേണം, അധ്വാനം വേണം, സമ്പാദിക്കണം. ഇഷ്ടം പോലെ സമ്പാദിക്കാൻ കഴിയുമില്ല, അതും സമ്പാദിക്കണം. അതിനൊന്നും മതമെതിരല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരെടുത്ത് പറഞ്ഞ 10 സഹാബികളിൽ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബികളിൽ ഒട്ടേറെ പേർ പണക്കാരായിരുന്നു, സാമ്പത്തിക ഭദ്രതയുള്ളവരായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെയുള്ള വലിയ വലിയ പൈസക്കാരായിരുന്നു. അപ്പൊ പണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് എഴുത്തല്ലേണ്ട വ്യക്തിത്വമായി മാറുന്നില്ല. പണം എത്രയും സമ്പാദിക്കാം ഹലാലായ മാർഗത്തിലൂടെ. പക്ഷേ എന്തിനാണ് ജീവിതം? ആ ഒരു പരക്കം പാച്ചിലില്ല. കിട്ടുന്ന പണം അതെത്രയാവട്ടെ, ലഭിക്കുന്ന സംഖ്യ അതെത്രയാവട്ടെ, ലഭിക്കുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും അതെന്തുമാവട്ടെ, അതൊക്കെയും ഈ മതത്തിന് വേണ്ടി, തന്റെ നഫ്സിന്റെ ആഖിറത്തിലുള്ള വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരാൾ തയ്യാറാകുന്നോ, ആ പരീക്ഷണത്തിൽ അവൻ വിജയിക്കുകയാണെങ്കിൽ അവന് ഈ ആഖിറം, മരണം അനുഗ്രഹമായി തീരുകയും അതിനുശേഷമുള്ള ജീവിതം ഇതിനേക്കാളേറെ സന്തോഷകരമായ ഒരവസ്ഥയെ അവനെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളൊക്കെ പ്രയാസപ്പെടുമല്ലോ.
മരിച്ചു പോകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് ബേജാറാവും. പക്ഷേ ഒരു സത്യവിശ്വാസി ഈമാനോടുകൂടെ മരിച്ച് അവിടെ ചെന്നാൽ അവിടുത്തെ ജീവിതത്തിനാണ് ആഗ്രഹിക്കുക, ഇവിടുത്തെ ജീവിതത്തിനല്ല. അത് നാം തിരിച്ചറിയണം. നമ്മളൊക്കെ അങ്ങനെ തന്നെ ആഗ്രഹിക്കുക, നമ്മളൊക്കെയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുക. അപ്പൊ ഇവിടുത്തെ ജീവിതം നമ്മുടെ കൺമുമ്പിലുള്ള ഈ ജീവിതത്തെക്കാൾ എത്രയോ സുഖകരവും ആസ്വാദകരവുമാണ് പടച്ചവൻ സംവിധാനിച്ചോ ജീവിതം നാം തിരിച്ചറിയണം. അപ്പൊ മരിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ മരണത്തെ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഏത് നിമിഷവും നമ്മൾ പോകും എന്നുള്ളതും ഒരു വസ്തുതയാണ് നാം മനസ്സിലാക്കുക. മരണം ഒരു അനുഗ്രഹമാണെന്ന് നാം തിരിച്ചറിയുക. ഞാൻ ഈ കാര്യം പറയുന്നതോടൊപ്പം തന്നെ ഒരു പ്രധാന വിഷയം പറയട്ടെ. 2 ദിവസം വന്ന പത്രത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, വന്നൊരു വാർത്ത. പ്രപഞ്ചം ഒരു നാൾ അവസാനിക്കും. പ്രപഞ്ചം ഒരു നാൾ അവസാനിക്കും. അതിലുള്ളതെല്ലാം, അതായത് ഭൂമിയും ഗ്രഹങ്ങളും കോടാനുകോടി നക്ഷത്രങ്ങളും ഞെരുങ്ങി അമർന്ന് അതിതീഷ്ണവും കടുപ്പമേറിയതുമായ ഒരു പന്തിന്റെ ഭാരം മാത്രമുള്ളതായിത്തീരും. പന്തിന്റെ ഭാരം മാത്രമുള്ളതായിത്തീരും. ഇത് എവിടുന്ന് ആര് പറഞ്ഞത്? ഇത് പറഞ്ഞിരിക്കുന്നത് ഡെൻമാർക്ക് യൂണിവേഴ്സിറ്റി ഓഫ് സദേണിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ലോകം ഒരു നാൾ നശിക്കും. അതിന്റെ ആരംഭം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞത്. ഈ ലോക തകർച്ചയുടെ ആരംഭം ഒരു ഭാഗത്ത്, പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു. അതിങ്ങനെ നക്കി തുടച്ചുകൊണ്ട് മുഴുവനും നാമാവശേഷമാകുന്നൊരു ഘട്ടം ഉണ്ടാവുമെന്ന് ശാസ്ത്രം സമ്മതിച്ചിരിക്കുകയാണ്. ശാസ്ത്രം മുമ്പേ ഇത് പറഞ്ഞിരിക്കും. പക്ഷെ ഇത് ഭയങ്കര ഭയാനകമായ രീതിയിൽ, മുമ്പൊന്നും വിശദീകരിക്കാത്ത വിധത്തിൽ ഭയാനകമായിരിക്കും അതിന്റെ അന്ത്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിലെ ഓരോ മണൽത്തരിയും ഗ്രഹങ്ങളും സൗരയൂഥവും ആകാശം ഗംഗയും വരെ ഈ പ്രത്യാഘാതം നേരിടും. എന്നിട്ടോ ഇതൊക്കെയും ഇപ്പോഴുള്ളതിനേക്കാൾ ദശലക്ഷക്കണക്കിനോ ശതകോടിക്കണക്കിനോ വലിയ വസ്തുക്കളായിട്ട് അതിങ്ങനെ പരിണമിക്കും. അവയുടെ ഭാരം ചുട്ടുപഴുത്ത കാഠിന്യം കുറഞ്ഞ ഒരു പന്തിൻ്റെത് മാത്രമാവും. ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം അതോടെ അവസാനിക്കും. പ്രപഞ്ചോൽപത്തിയുടെ നിധാനമെന്ന് ശാസ്ത്രം വിശദീകരിച്ച മഹാവിസ്ഫോടനത്തിന് സമാനമായ അവസ്ഥ തന്നെയാവും അതിന്റെ അവസാനത്തിലും. ഈ പ്രപഞ്ചം നശിക്കുന്നതോടെ ദൈവഗണത്തിൽ, നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, പുതിയൊരു മൂല്യം കൈവരും. അത് പറഞ്ഞു വരുന്നത് കുറഞ്ഞ ഊർജം ഉൾക്കൊള്ളുന്ന വലിയൊരു കുമിളിയായിത്തീരും ഇതിനു ശേഷം. പരലോകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരലോകമുണ്ടെന്നും ഇതിനുശേഷം ഒരു ജീവിതമുണ്ടെന്നും ഒക്കെ പഠിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രപഞ്ചം അവസാനിക്കുന്നതിന് ശേഷം, ഇതിന്റെ ഒടുക്കത്തിന് ശേഷം ഇതൊരു കുമിളിയായിത്തീരുകയും ആ കുമിള എല്ലാ ദിശകളിലേക്കും പ്രകാശ വേഗതയിൽ വികസിക്കുകയും ചെയ്യും എന്ന്. അതായത് എല്ലാ ദിശകളിലേക്കും ഇങ്ങനെ വികസിച്ച് മാറിത്തീരും. ചിലപ്പം അതായിരിക്കാമോ, പറയുകയല്ല, അതായിരിക്കാമോ ചിലപ്പം പരലോകം, അവിടെ ആയിരിക്കാമോ പരലോകം നാം ചിന്തിക്കണം. എന്നിരുന്നാൽ പോലും ഈ ലോകം അവസാനിക്കും, നശിക്കുമെന്ന് ശാസ്ത്രം വളരെ വ്യക്തമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോ ലോകം അവസാനിക്കൂല, ഇതിങ്ങനെ കിടക്കും. ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രം മരിക്കാതിരിക്കാനുള്ളൊരു മരുന്ന് കണ്ടുപിടിക്കും. അപ്പൊ ഇങ്ങനെ ചിരഞ്ജീവിയായിട്ട് അങ്ങനെ ജീവിച്ചു പോകാമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നർത്ഥം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ തിരിച്ചറിയുക, മരണം എന്ന വസ്തുതയെ തകർക്കാനും ഒതുക്കാനും ഇന്നേ വരെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുമില്ല. അപ്പോൾ അള്ളാഹു കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹം തന്നെയാണ് മറ്റേത് അനുഗ്രഹത്തെ പോലെ. നമുക്ക് കുടുംബത്തെ തന്നതുപോലെ, നമുക്ക് മക്കളെ തന്നതുപോലെ, നമുക്ക് ഭാര്യാസന്താനങ്ങൾ തന്നതുപോലെ, പിന്നെ മറ്റു ഭൗതിക സൗകര്യങ്ങൾ തന്നതുപോലെ, അതിലുപോലെയോ അതിലുപരിയായോ അല്ല അതിലുപരിയായി തന്നെ നമുക്ക് തന്നൊരു അനുഗ്രഹം, മഹത്തായ അനുഗ്രഹമാണ് മരണം എന്നുള്ളത്. മരണത്തെ ഭയപ്പെട്ട ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മരണം പേടിച്ചു അല്ലേ? മരണത്തെക്കുറിച്ച് കഴിഞ്ഞ മൗറീഷ്യസിന്റെയൊക്കെ പ്രസിഡന്റ് അല്ലേ മരണപ്പെടുമ്പോൾ എനിയും ജീവിക്കണം, അവസാന ഘട്ടത്തിൽ എനിക്കെനിയും ജീവിക്കണം എന്നിങ്ങനെ ആർത്ത് പറഞ്ഞിരുന്നത്രേ. മരിക്കരുത് എന്നാണ് അവരുടെയൊക്കെ ആഗ്രഹം. പിടികൂടി പോയി. പക്ഷെ മരണത്തെ സ്നേഹിച്ച ഒരുപാട് ആളുകൾ നേരത്തെ ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങൾ മരണത്തോട് നമുക്കില്ല എങ്കിൽ പോലും അത് ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ. പക്ഷെ ആഗ്രഹിച്ചിട്ട് നേരെ മരിക്കാൻ പോയല്ല. അങ്ങനെ ആർക്കും കഴിയുമല്ലോ. മരണത്തെ ആഗ്രഹിച്ചിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയും. ആ മരണമല്ല. ഈ മരണത്തെ ആഗ്രഹിക്കുന്നതും അത് മരണം ഭരിക്കുന്നതും അത് പരിപൂർണമായിട്ടും ഇസ്ലാമികമായിട്ട് തന്നെ അങ്ങനെ ആഗ്രഹിച്ച ഒരുപാട്. കഴിഞ്ഞ 6 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിശദീകരിച്ചെടുത്തൊക്കെ അത്തരം പരാമർശങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല. മരണം ഒരു പ്രശ്നമല്ല. ഒരു കാറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കെ
സ്വർഗത്തിന്റെ വസാരിയോ ഇലാ മഗ്ഫിറത്തിൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് ധൃതിയിൽ വരൂ എന്ന വിശുദ്ധ ഖുർആന്റെ വചനം കേട്ടപ്പോ അത് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ യുദ്ധത്തിന് വേണ്ടി പങ്കെടുത്ത സഹാബിയുടെ ചരിത്രമുണ്ട്. ആ സമയം വരെ എനിക്ക് നഷ്ടമാകരുത് സ്വർഗം നേടാൻ ആഗ്രഹിച്ചിട്ട്. അപ്പൊ അത് മരണത്തെ കൊതിക്കുന്നതാണ്, ആഗ്രഹിക്കുന്നതാണ്, സ്നേഹിക്കുന്നതാണ്. മരണം ഒരു ഭയപ്പാടുമില്ലാത്ത രീതിയിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ടാ? അത് ഈ വിശ്വാസം മരണവും എന്നെ സ്വർഗത്തിലെത്തിക്കുമെന്ന തിരിച്ചറിവുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് മരണത്തെ അങ്ങനെ വല്ലാതെ നമുക്ക് മാറി നിൽക്കാൻ കഴിയാത്ത രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, 5 വട്ടം മലക്കുൽ മൗത്ത് വരുന്നത് പോലെ നിത്യേന എന്നോണം നാം മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖളാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ആത്മാവുകളെ അവയുടെ മരണവേളയിൽ അല്ലാഹു പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. ആത്മാവുകളെ അവരുടെ മരണവേളയിൽ അല്ലാഹു പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കത്തിലും, എന്നിട്ട് ഏതൊക്കെ ആത്മാവിന് അവൻ മരണം വിധിച്ചിരിക്കുന്നുവോ അവയെ അവർ പിടിച്ചുവെക്കുന്നു. മറ്റുള്ളവയെ ഒരു നിശ്ചിത അവധി വരെ വിട്ടു കൊടുക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പം മരണം എന്നുള്ളത് തന്നെയാണ് ഉറക്കം എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ആത്മാവിനെ അള്ളാഹു പിടിച്ചെടുക്കുന്നുണ്ട്. അതിന് അവധി എത്തിയാണെങ്കിൽ ആ ആത്മാവിനെ തിരിച്ചു തരാതെ, അല്ലെങ്കിൽ വീണ്ടും ഉറക്കിൽ എഴുന്നേൽപ്പിക്കാതെ അങ്ങനെ പോകും. അല്ല, ഇനിയും സമയമുണ്ടെങ്കിൽ ആത്മാവിനെ നമുക്ക് വീണ്ടും തിരിച്ചു തരികയും ഒരു നിശ്ചിത അവധി വരെ അതിങ്ങനെ ഉറങ്ങിയിട്ടും ഉണർന്നുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുക, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ചലനങ്ങളും കാഴ്ചകളും ഒക്കെ അനുഭവവേദ്യമാകുമ്പോൾ ഉറങ്ങിപ്പോയാൽ തൊട്ടടുത്തുനിന്ന് എന്ത് വന്നാലും നമ്മൾ അറിയുന്നില്ല. ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അനുഭവങ്ങൾ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ. തൊട്ടടുത്ത് ഒരാൾ കൂർക്കം വലിച്ചുറങ്ങുകയാണ്, നമ്മളിവിടുന്ന് കഥ പറയുന്നുണ്ട്, അയാൾ അറിയുന്നില്ല. നമ്മളിവിടുന്ന് ശബ്ദിക്കുന്നുണ്ട്, അയാൾ അറിയുന്നില്ല. അയാൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, അങ്ങ് ഉറങ്ങുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ഇതൊരു മരണത്തിന് സമാനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ശ്വാസം കഴിക്കുന്നുണ്ട് എന്നതിനപ്പുറം മരണത്തിന് സമാനമാണ് ഈ ഉറക്ക്. ആ ഉറക്ക് നിത്യേന എന്നാണ് നമുക്ക് വരുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ മരണം എന്നുള്ളത് നമുക്കിങ്ങനെ വന്നും പോയും കൊണ്ടേയിരിക്കുന്നു. 5 നേരം മലക്കൽ മൗത്ത് വരുന്നത് മാത്രമല്ല, നിത്യേന എന്നോണം മണിക്കൂറുള്ള നാം ബോധം ഇല്ലാതെ ഉറങ്ങിപ്പോകുന്നു, അതായത് മരിച്ചു പോകുന്നു. ഇതും നാം തിരിച്ചറിയണം. മരണം, ഈ റൂഹിനെ അള്ളാഹു തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സമയം ആയില്ല എങ്കിൽ, മരിക്കാനുള്ള സമയം ആയില്ല എങ്കിൽ അള്ളാഹു നമുക്കത് തിരിച്ചു തരും. അപ്പോൾ ഉറക്കം ഒരു മരണം തന്നെയാണ്, അള്ളാഹുവിന്റെ അടുക്കലാണ് ആത്മാവ് എന്ന് നാം മനസ്സിലാക്കുക. ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല, കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ മറ്റൊരു വിഷയം പറഞ്ഞിരുന്നു, ചരിത്രവുമായി ബന്ധപ്പെട്ട് അറിയാവുന്നവ പങ്കുവെക്കാൻ. അപ്പൊ അതിന് തയ്യാറായിട്ട് പലരും വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ തുടർച്ച ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞൂടെ അല്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ 6 ക്ലാസ്സുകളിലെ പറയാം ഇൻഷാ അല്ലാഹ്. അതിന് ഹൈറാണ് ഉണ്ടായിരുന്നത്. ചരിത്രം നമുക്ക് ഞാനതിനെ കുറിച്ച് സൂചന നൽകേണ്ട ആവശ്യമില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിച്ചത് മുതൽ, ഹിറാ ഗുഹയിൽ വെച്ച് വഹി ലഭിച്ചത് മുതലാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്. തുടർന്നിങ്ങോട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹായവും, പിന്നെ മക്കയിലെ പ്രയാസകരമായ അവസ്ഥയും, മദീനയിലേക്കുള്ള പാലായനും, അതിന് മുൻപായിട്ട് പിന്നെ എത്യോപ്യയിലേക്കുള്ള ഹിജ്റ പോക്കും ഒക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ, പിന്നെ ബദർ, ഉഹുദ്, ഖന്തക്ക്, ഹുദൈബിയ സന്ധി, ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള അപവാദം, പിന്നെ മക്കം ഫത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ വരെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാടൊന്നും വിശദീകരിക്കാനല്ല പറഞ്ഞത്, വളരെ ചെറിയ നമ്മൾ ഇത്തരം ചരിത്രത്തിലുണ്ടല്ലോ, ഇത്തരം ചരിത്രങ്ങളിൽ പലർക്കും പല രംഗങ്ങളായിരിക്കും പലരും സ്വാധീനിച്ചിട്ടുണ്ടാവുക. ചില ആളുകളെ സംബന്ധിച്ച് ഹുദൈബിയ സന്ധിയായിരിക്കാം, മറ്റു ചില ആളുകളെ സംബന്ധിച്ച് മക്കം ഫത്തവായിരിക്കാം, മറ്റു ചില ആളുകളെ സംബന്ധിച്ചും ബദർ യുദ്ധമായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പം പലരെയും സ്വാധീനിച്ച ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊന്ന് പങ്കുവെക്കാൻ ഇത്
ഇന്നത്തെ ഈ ക്ലാസ് തുടർന്നങ്ങോട്ടുള്ള ക്ലാസ് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചത് സ്ഥിതിക്ക് അത് അവിടത്തേക്ക് നമ്മൾ പോകാമെന്ന് തോന്നുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.